സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. നമുക്ക് കുഞ്ഞുണ്ടായിട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച 28-ാം തീയതി 27-ാം തീയതി നമ്മൾ അഡ്മിറ്റായി. 28-ാം തീയതി ഒരു 11-11:45 ആയപ്പോഴത്തേക്ക് പ്രസവമല്ല, സിസേറിയനായിരുന്നു. ഒരു മോളുണ്ടായി. അപ്പോൾ അതിന് തലയാഴ്ചയിൽ പറഞ്ഞ പോലെ പാർവതിയുടെ വയറ്റിൽ കിടന്നിട്ട് ഭയങ്കര അനക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ പതിവില്ലാണ്ട് അനക്കം, അപ്പം ഏറ്റെടുത്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമില്ല എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു സ്കാനിങ് റിപ്പോർട്ട് വന്നു. സ്കാൻ ചെയ്യാൻ പോയി. റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഇങ്ങോരുടെ മൈൻഡാകെ പോയി. ഡോക്ടറെ ചെന്നപ്പോഴത്തേക്കും ആൾക്ക് BP കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ പൊക്കിൾ കൂടി ഒന്ന് ചുറ്റിയിട്ടുണ്ട് കഴുത്തിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, അത് ഞങ്ങളില്ലേ, അത് കുഴപ്പമുണ്ടാവില്ല, നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ, പാർവതി ടെൻഷൻ അടിക്കരുത്, BP കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോന്നു. ഡോക്ടർ 2-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 14-ാം തീയതിയാണ് ഡേറ്റ്. അത് 7-ാം തീയതി ആക്കി. വീണ്ടും ഇപ്പോൾ അന്ന് ചെന്നപ്പോൾ ആൾ പറഞ്ഞു 2-ാം തീയതി അഡ്മിറ്റ് ആക്കാൻ. അങ്ങനെ വെറുതെ ഞങ്ങൾക്ക് ഈ 27-ാം തീയതി വ്യാഴാഴ്ച വീടൊക്കെ ഒന്ന് നീറ്റാക്കാൻ തോന്നി. പതിവില്ലാത്ത രീതിയിൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെവിടേക്കും എങ്കിലും യാത്ര പോകുമ്പോൾ എന്നുള്ള രീതിയിൽ വീട് ഞങ്ങൾ 2 ആളും കൂടി വൃത്തിയാക്കി അടുക്കും ചിട്ടനെല്ലാം ഒതുക്കി പറക്കി വെച്ച് വ്യാഴാഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തൊട്ട് വീണ്ടും പതിവില്ലാണ്ട് കുഞ്ഞു വയറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അങ്ങനെ അനങ്ങിയപ്പോൾ തന്നെ ആൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനങ്ങനെ കുട്ടി ഇങ്ങനെ അനങ്ങും എന്നൊക്കെ പറഞ്ഞാൽ പോലും അതങ്ങനെയാണ്. പാർവതിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വയറ്റിൽ ഊറിയതാണ് അതോട്ട് ഉണ്ണി അങ്ങനൊരു എൻ്റെ കുഞ്ഞ് എന്നുള്ളൊരു ചിന്ത. അത്രയ്ക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മയെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അന്നങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ടാണ് പോകാതിരുന്നത്. പിന്നീട് എനിക്കൊരു വിഷമമാണ്. അപ്പം ഞാൻ പിന്നെ അനക്കമൊക്കെ ചോദിച്ച് അങ്ങനെ ഉറപ്പുവരുത്തിയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. അങ്ങനെ 27-ാം തീയതി വീണ്ടും അനക്കം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വെച്ചുകൊണ്ടിരിക്കണ്ട, പോവാം, ഡോക്ടർക്ക് പോകാൻ പറഞ്ഞു. വേഗം അടുത്തുള്ളൊരു കാറ് വിളിച്ചു. ഞാനും ശാലും കൂടെ കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ പണ്ട് ജില്ലാ ആശുപത്രിയായിരുന്നു, ഇപ്പോൾ ജനറൽ ആശുപത്രിയാണ്, അവിടെ ചെന്നു. കാഷ്വാലിറ്റി കയറിയിട്ട് ചീട്ടെടുത്തു. ലേബർ റൂമിൽ കയറി. കുട്ടി ഞാൻ തകർന്നു പോയിട്ടോ. പാറുവിനെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പോൾ നമ്മുടെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടർ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, അപ്പോൾ ഒരു അരമണിക്കൂർ ഞങ്ങളൊന്ന് നോക്കട്ടെ, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നോർമലായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണമെട്ടോ പറഞ്ഞു. എന്തും പറയുന്നത് കേൾക്കാണ്ടും അനുസരിക്കാണ്ടും നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് അരമണിക്കൂർ ഇങ്ങനെ അരമണിക്കൂർ എങ്ങനെ കഴിച്ചോട്ടെ നമുക്കെന്നറിയില്ല. അപ്പോൾ ഒരാൾക്കാണ് പറ്റുള്ളൂ. അവിടെ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ പേഷ്യൻറ്റിന് ഒരാളെ കൂട്ടിയിട്ട് പാടുള്ളൂ. അപ്പം ഞാനാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ശാലിനി പുറത്താണ്. അപ്പോഴത്തേക്ക് പാർവതിയുടെ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ അടുത്തു. അപ്പോൾ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ 8 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഡോക്ടർ വന്നു, രേണുക ഡോക്ടർ വന്നിട്ട് എന്നെ
വീട്ടിൽ പോയി കുട്ടീനെ പരിശോധനയും കാര്യങ്ങളും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും ഒക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ നടത്തണം, രക്തം കരുതിക്കൊള്ളിട്ട് വന്നു പറഞ്ഞു. വേഗം ഞാൻ ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ചു, ആ മൂത്ത മോളെ ഭർത്താവിനെ വിളിച്ചു, എൻ്റെ മൂത്ത മോൻ ആങ്ങളെ വിളിച്ചു. അങ്ങനെ ആരെയൊക്കെ വിളിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒക്കെ വിളിച്ച് രക്തത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കി. അപ്പോൾ അവിടെ എല്ലാ സർജറികളും ചെയ്യുന്നത് ഒരൊറ്റ തിയേറ്ററിൽ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ബെഡിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സമയം നീട്ടിവിടുന്നത്. എത്രയും പെട്ടെന്ന് ബെഡാവുന്നു, തിയേറ്ററിൽ ബെഡാവുന്നു, അപ്പോൾ നമ്മൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കുട്ടീനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ആ പുറകെ പോയി തിയേറ്ററിൻ്റെ മുന്നിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. 11:45 നമ്മളോട് വിവരം പറഞ്ഞു പാർവതിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് വന്നു. അപ്പോഴത്തേക്കും മോൻ്റെ അമ്മയൊക്കെ വന്നിട്ട് അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടി ഒരു നിരീക്ഷണ വാർഡുണ്ട്, അവിടേക്ക് മാറ്റി. അവിടെ ഒരു 20 വാർഡേക്ക് ബെഡുണ്ട്, അതിലേക്ക് മാറ്റി. പിന്നെ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ഡോക്ടറോട് പറയണമെന്ന് വിചാരിച്ചെന്താണെന്നറിയാമോ? ചില കുട്ടികൾക്ക് ഈ മരുന്ന് വയ്ക്കും പെയിൻ വരാൻ വേണ്ടിയിട്ട്. പരമാവധി അവർ ആ വേദന മുഴുവൻ സഹിച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ ഇതിനു മുമ്പ് PV ചെയ്ത സമയത്തൊക്കെ വികസനം വന്നിട്ടുണ്ടായിരുന്നില്ല പാർവതിക്ക്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറയണം എന്ന് കരുതിയിരിക്കുമായിരുന്നു. മരുന്ന് നൽകി വേദനിപ്പിച്ച് ആ വേദനയും ലാസ്റ്റ് സിസേറിയനാക്കാണ്ട് പ്രസവിക്കില്ല എന്നിട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടെങ്കിൽ സിസേറിയൻ നടത്താട്ടോ എന്ന് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് രോഗി ഇച്ഛിച്ചതും ദൈവം കൽപ്പിച്ചതും പാല് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ വെള്ളിയാഴ്ച ഓപ്പറേഷൻ നടന്നു. നമ്മൾ ചൊവ്വാഴ്ച ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് ഒരു നേരിയ പനി വന്നു. കാരണം നമ്മുടെ ബെഡിൻ്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന പെൺകുട്ടി ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ, ചുമ, പിന്നെ പനി എന്ന് വേണ്ട എല്ലാ രോഗങ്ങളുടെയും ഒരു കലവറയായിരുന്നു. ശ്രദ്ധ കുറവുകൊണ്ടാണ്. മാങ്കോ ഫ്രൂട്ടി, 7up പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടി കഴിക്കുകയുള്ളൂ. പിന്നെ അതിന് യോഗ അസുഖങ്ങൾ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയായി. അന്ന് ഞങ്ങളുടെ ഡോക്ടറായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് രാത്രി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബെഡിൽ നിന്ന് മാറ്റാൻ കേട്ടോ, നിങ്ങൾ വേറെ ബെഡിലേക്ക് മാറിക്കോ എന്ന്. അങ്ങനെ ഞങ്ങളെ മറ്റൊരു ബെഡിലേക്ക് മാറ്റി. എങ്കിലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നേരിയ പനി കണ്ടു തുടങ്ങി. അങ്ങനെ SNCU കുട്ടികളുടെ ഒരു വാർഡ് അവിടേക്ക് മാറ്റിയല്ല, ഇത്ര മണിക്കൂർ വീതം അതിൻ്റെ ഉള്ളിൽ കിടക്കണം. അതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ മൊത്തം AC-യും ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ. അപ്പോൾ ഒരു അരമണിക്കൂർ വീതം കുട്ടീനെ കൊണ്ട് വരും. കുഞ്ഞിൻ്റെ അച്ഛൻ വേണം കൊണ്ടുവരുന്നത്. കിടത്തി തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ പേര് വെട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് കുഞ്ഞിൻ്റെ പേര് അവർ വെട്ടിത്തരുന്നത്. ഈ കുട്ടീനെ അവരവിടെ അഡ്മിറ്റ് ആക്കാണ്. അവിടെ അല്ല കിടക്കുന്നതെങ്കിൽ പോലും അവിടെ കിടക്കുന്ന കുട്ടികളുണ്ട് കുറേ പേര്. അങ്ങനെ ഞാനാണെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മൾ മാത്രം ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒരു കോലത്തിലായി. അമ്മയും കുഞ്ഞും കിടന്നോ നല്ല ഉറക്കാണ്.
അപ്പോൾ എനിക്ക് തോന്നി കുറേ നാളായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് സൗണ്ട് പോലും പോകുന്നില്ല കേട്ടോ. കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് അങ്ങോട്ട് തോന്നി. അപ്പോൾ വീഡിയോയിലാണ് രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല. കഴിഞ്ഞ രാത്രി കുഞ്ഞ് ഒരു പാതിരാത്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.